കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരന്റെ കൈവിരലിന് ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോടാണ് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് DMO അറിയിച്ചു. കുപ്പിച്ചില്ലുകൊണ്ട് കൈമുറിഞ്ഞതിനെ തുടർന്നായിരുന്നു 9 വയസ്സുകാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച്. ശരത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, കുടുംബം വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒന്ന് കൈ മുറിഞ്ഞതിന് പേരിൽ ആശുപത്രിയിൽ പോവുക, അത് തുന്നിക്കെട്ടി വിടുക, പിന്നീട് ആ കൈയുടെ വിരലിന്റെ ചലനശേഷി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ചികിത്സിച്ച് വഷളാക്കി എന്ന് പറയുന്നതിന്റെ അങ്ങേയറ്റം. ഒരു കുട്ടിക്ക് വിരലിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ DMO റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മാധു, വളരെ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു കൈ അല്ലെങ്കിൽ ഒരു നഖം മുറിഞ്ഞാൽ പോലും നമുക്ക് വലിയ വേദനയുണ്ടാക്കും, അത് വലിയ പ്രയാസമുണ്ടാക്കും. അത്തരത്തിൽ ഒരു കുട്ടിയുടെ കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം കൂടിയാണ്. എന്തായാലും ഈ കുട്ടിയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടികൾ ഉണ്ടാവുക. നിസ്സാരമായൊരു മുറിവ് മാത്രമാണ്. അതായത് കുട്ടി വെള്ളം കുടിക്കുന്ന സമയത്ത് ഗ്ലാസ് താഴെ വീഴുന്നു. അങ്ങനെ പൊട്ടിയ ഗ്ലാസിന്റെ ഒരു ഭാഗം കൈക്ക് കൊണ്ടതിനെ തുടർന്നാണ് ഈ മുറിവുണ്ടാകുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും ചെയ്തു. പക്ഷേ ചികിത്സിച്ചതിൽ നിന്ന് ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത്തരത്തിൽ ചലനവള്ളി അറ്റുപോകില്ല. ചികിത്സിച്ച് തുന്നലിട്ടുന്ന വീട്ടിലേക്ക് മടക്കി അയച്ച കുട്ടി ഒരു മാസത്തിന് ശേഷം ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ചലനവള്ളി അറ്റുപോയിട്ടുണ്ട്. ഗുരുതരമായി കുട്ടിയുടെ കൈക്ക് വിരലിന് ചലനശേഷി ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം അറിയുകയും ചെയ്യുന്നത്. മാത്രമല്ല, അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോൾ 32 തുന്നാണ് ആ കുട്ടിയുടെ കൈക്കുള്ളത്. അതായത് ഒരു ചെറിയ മുറിവിന് വേണ്ടി ചികിത്സ തേടിയ കുട്ടി ഇപ്പോൾ 32 തുന്നുമായി ആ വേദന അനുഭവിച്ച് കഴിയുകയാണ്. മാത്രമല്ല, പഠനം പോലും സാധ്യമാകുന്നില്ല. സ്കൂളിലേക്കോ വീടിന് പുറത്തേക്കോ എന്നുള്ളതാണ്. ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അധ്യയന വർഷം ആരംഭിച്ച ഒരു മാസം പിന്നിടുകയാണ്. ഇതുവരെ സ്കൂളിൽ പോകാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന നിസ്സഹായമായ അവസ്ഥയിലാണ് ആ കുഞ്ഞുള്ളത്. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.